ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എക്സൽ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ബാർകോഡുകൾ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. പല ആളുകൾക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. പല ഷോപ്പുകളും ഒക്കെ നടത്തുന്ന ആളുകൾക്ക് ബാർകോഡുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു രീതിയാണ്. നമ്മൾ വൺസ് ഇത് ഒരു എക്സൽ ഷീറ്റിനകത്ത് ഇത് പ്രോഗ്രാം ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീടായാലും ഇത് ഫ്യൂച്ചറിലായാലും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു ഫോണ്ട് ആവശ്യമാണ്. ഐഡി ഓട്ടോമേഷൻ ഫോണ്ട് ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്നത്, നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് ഫ്രീ ബാർകോഡ് ഫോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഐ ഡി ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിനകത്ത് നമ്മൾ നോക്കി കഴിയുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഫ്രീ ബാർകോഡ് ഫോണ്ട് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫോണ്ട് തികച്ചും ഫ്രീ ആണ്. ഇത് ഞാനിവിടെ ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് അതിൻ്റെ സാമ്പിൾ ഫയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഈ ഫോൾഡറിനുള്ളിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്നുള്ള ഫോൾഡറിനകത്തൊക്കെ നമുക്ക് അതിൻ്റെ സാമ്പിൾസ് എക്സൽ ഫയലുകളെല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടൈപ്പ് ഫോണ്ടാണ്. അത് എടുക്കുക, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന ബാർകോഡ് ടൈപ്പ് ചെയ്യുന്നത് എത്രയാണോ കോഡ്, ഇപ്പോൾ 1 2 3 4 5 ആണ് നമ്മുടെ കോഡ് എന്നുണ്ടെങ്കിൽ അതിന് മുൻപിലും, അതായത് അതൊരു വിത്തിൻ ഒരു ബ്രാക്കറ്റിനുള്ളിലായിരിക്കണം ആ കോഡ് ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അതിനകത്തൊരു കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എക്സൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു ബ്രാക്കറ്റിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ചെയ്യാൻ വന്നപ്പോൾ 1 2 3 4 5 6 എന്ന് പറഞ്ഞൊരു നമ്പറിനെ എനിക്കിവിടെ അതിൻ്റെ ഈക്വലൻ ബാർകോഡ് ആക്കാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഫോണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വേറൊരു ഫോണ്ട് ജസ്റ്റ് ഒന്ന് ഇടുകയാണ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് കോഡ് നമ്മൾ നോർമലി ടെക്സ്റ്റ് ഫോർമാറ്റ് അടിക്കുക. then അതിനുശേഷം ഇവിടെയാണ് നമുക്ക് ബാർകോഡ് വരേണ്ടത്. അപ്പോൾ ഈ ബാർകോഡ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ലിലുള്ള വാല്യൂ തന്നെയാണ് എനിക്കിവിടെ വരേണ്ടത്. പക്ഷേ ഈ സെല്ലിലുള്ള വാല്യൂ ഒരു ബ്രാക്കറ്റിനുള്ളിലായിട്ട് എനിക്കിവിടെ ജനറേറ്റ് ചെയ്യണം. സ്വാഭാവികമായിട്ട് നമുക്ക് സെല്ലിൽ ഒരു ഈക്വൽ സിമ്പിൾ കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ബ്രാക്കറ്റ് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു കോഡ്സ് കൊടുത്തു. അതിനുശേഷം നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ബ്രാക്കറ്റ് ഇനി അടുത്ത് വരേണ്ടത് എന്താണ്, നമുക്ക് വരേണ്ടത് ഈ സെല്ലിലെ വാല്യൂ ആണ്. അപ്പോൾ ഞാനൊരു ആംപർസൻഡ് സിമ്പിൾ ഇട്ടു, നമുക്കത് ഈ സെല്ലിലെ വാല്യൂ കൊടുത്തു. അതിനുശേഷം വീണ്ടും എനിക്ക് എന്ത് വേണം, ഇതിനോട് ചേർത്തിട്ട് തന്നെ ക്ലോസിംഗ് ബ്രാക്കറ്റ് വേണം. അപ്പോൾ ആൻഡ് കൊടുക്കുന്നു, ഞാനിവിടെ നിന്ന് ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന നമ്പർ എന്താണോ ആ നമ്പർ ഇതേപോലെ ബ്രാക്കറ്റിലായിട്ട് വരും. ഇതിപ്പോൾ വന്നിരിക്കുന്ന ആ ഫോണ്ടിൻ്റെ ഒരു സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതേ രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അതിന് ശേഷം അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ, ഇപ്പോൾ നമ്മൾ ഐ ഡി ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു ഫോണ്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഐ ഡി ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഫോണ്ടിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അതിൻ്റെ ബാർകോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ വീണ്ടും വേറൊരു നമ്പറും കാര്യങ്ങളും കൊടുക്കുകയാണ്. എനിക്കിവിടെ അതിൻ്റെ കറസ്പോണ്ടിങ് ബാർകോഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സിമ്പിളായിട്ട് തന്നെ ആ സെല്ലിലെ ഇക്വേഷൻ നമുക്ക് നേരെ ഡ്രാഗ് ചെയ്ത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ബാർകോഡുകൾ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് നമ്മളിവിടെ പ്രോഡക്റ്റിൻ്റെ കോഡ് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്.